നമസ്കാരം. സഹകാരി റൈസിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ സെക്ഷനിൽ പഠിക്കാൻ പോകുന്നത് മൈക്രോസോഫ്റ്റ് ഓഫീസ് വേർഡുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഓവർവ്യൂ സെക്ഷനാണ്. അതായത് പരീക്ഷയുമായി ബന്ധപ്പെട്ട് മൈക്രോസോഫ്റ്റ് ഓഫീസ് വേർഡ്, അതുപോലെ അതിനെ കണക്ട് ചെയ്ത് എക്സൽ, അതിനെ കണക്ട് ചെയ്ത് പവർ പോയിൻറ്റ് തുടങ്ങിയ സോഫ്റ്റ്വെയറുമായിട്ട് ബന്ധപ്പെട്ട കണക്റ്റിംഗ് ഫാക്ട്സ് ആയിരിക്കും നമ്മൾ ഇന്നത്തെ സെക്ഷനിൽ നോക്കാൻ പോകുന്നത്. അങ്ങനെ ഒരു സെക്ഷൻ കണ്ടക്ട് ചെയ്തിരിക്കുന്നത് PSC ഇതുവരെ ഈ പറഞ്ഞ സോഫ്റ്റ്വെയറുകളിൽ നിന്ന് വിവിധ ഏരിയകളിൽ നിന്ന് ചോദിച്ച ചോദ്യങ്ങളും ആ ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ട എക്സ്പ്ലനേഷനും ചേർത്ത് കൊണ്ടായിരിക്കും ഇന്നത്തെ ഈ സെക്ഷൻ മുന്നോട്ട് പോകുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒന്നുകൂടി ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്ക് ക്ലാസ് തുടങ്ങാം. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, PYQ ആണ്. പലരും ഇതിൻ്റെ ആൻസർ കണ്ടിട്ടുണ്ടാവും. ഈ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം എന്താണ് ക്വസ്റ്റ്യൻ എന്ന്. ടു സ്റ്റാർട്ട് എ ന്യൂ ബുള്ളറ്റഡ് ലിസ്റ്റ്. To start a new bulleted list in MS Word, enter and dash at the beginning of a paragraph and then press the space bar or the tab key before entering the list item text എന്നുള്ളതാണ്. ക്ലിയർ അല്ലേ? എടാ ഒരു ഈ ക്വസ്റ്റ്യൻ ഒന്നുകൂടി ശ്രദ്ധിക്കുക. ടു സ്റ്റാർട്ട് എ ന്യൂ ബുള്ളറ്റഡ് ലിസ്റ്റ് ഇൻ MS Word, enter and dash at the beginning of a paragraph and then press the space bar or the tab key before entering the list item text എന്നാണ് ചോദ്യം. അപ്പോൾ ഇവിടെ നോക്കിയാൽ ഇവിടുത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം, വായിച്ചു നോക്കാം. ഇവിടെ ചോദിച്ച ക്വസ്റ്റ്യൻ്റെ മലയാളം ഞാൻ ഒന്ന് പറഞ്ഞുതരാം. ഏതോ ഒരു കീ പാരഗ്രാഫിന് മുമ്പിൽ അടിച്ച ശേഷം, അല്ലെങ്കിൽ ഏതോ ഒരു ക്യാരക്ടർ പാരഗ്രാഫിന് മുന്നിൽ അടിച്ച ശേഷം നമ്മൾ സ്പേസ് ബാറോ അല്ലെങ്കിൽ ടാബ് കീയോ പ്രസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും എന്നാണ് ഇവിടുത്തെ ചോദ്യം. ഏതൊരു കീ നമ്മൾ എവിടെ അടിക്കുന്നു? നമ്മളൊരു കീ നമ്മൾ ടെക്സ്റ്റായിട്ടോ അല്ലെങ്കിൽ എന്തായിട്ടോ ഒരു പാരഗ്രാഫ് തുടങ്ങുന്നിടത്ത് അടിച്ചിട്ട് ബിഗിനിങ് ഓഫ് എ പാരഗ്രാഫിൽ അടിച്ചിട്ട് സ്പേസോ അല്ലെങ്കിൽ ടാബോ കൊടുക്കുമ്പോൾ ബുള്ളറ്റഡ് ലിസ്റ്റ് ആക്റ്റീവ് ആകുന്നു എന്നാണ് ചോദ്യം. ക്ലിയർ അല്ലേ? അപ്പോൾ ഇവിടെ ഏത് കീ അടിച്ചിട്ടാണ് നിങ്ങൾ സ്പേസ് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ടാബ് കൊടുക്കുമ്പോഴത്തേക്കും ബുള്ളറ്റഡ് ലിസ്റ്റ് ആക്റ്റീവ് ആകുന്നത് എന്ന ചോദ്യമാണ് ഇവിടെ ഉള്ളത്. ഓപ്ഷൻ എയിൽ ഹൈഫൺ ഉണ്ട്. ഹൈഫൺ അടിച്ചിട്ട് സ്പേസ് അല്ലെങ്കിൽ ടാബ് കൊടുത്താൽ ബുള്ളറ്റഡ് ലിസ്റ്റ് ആക്റ്റീവ് ആകുമോ എന്നാണ് നമുക്ക് പരിശോധിക്കേണ്ടത്. അടുത്ത രണ്ടാമത്തെ ഓപ്ഷനിൽ എന്താ കിടക്കുന്നത്? ആസ്ട്രിക്സ് ആണ്. ക്ലിയർ അല്ലേ? ആസ്ട്രിക്സ് ഉപയോഗിച്ച് നമ്മൾ അടിച്ച ആസ്ട്രിക്സ് അറിയാലോ, ഷിഫ്റ്റ് പ്ലസ് ആസ്ട്രിക്സ് ആണ്. ക്ലിയർ അല്ലേ? 8 എന്ന് പറയുന്ന കീയുടെ മുകളിലാണ് ആസ്ട്രിക്സ്, സ്റ്റാർ പോലെ കിടക്കുന്നില്ലേ, അതാണ് ആസ്ട്രിക്സ്. അപ്പോൾ ആസ്ട്രിക്സ് അടിച്ച ശേഷം നിങ്ങൾ സ്പേസോ അല്ലെങ്കിൽ ടാബോ അടിച്ചാൽ ബുള്ളറ്റ് ലിസ്റ്റ് വരുമോ എന്നാണ് ചോദ്യം. സി എന്താണ്? ഹാഷാണ്. 3 എന്ന് പറയുന്ന ലെറ്ററിന് മുകളിൽ ഹാഷ് കിടക്കണം. അപ്പോൾ ഷിഫ്റ്റ് ഹാഷാണ്. അപ്പോൾ ഹാഷ് അടിച്ചിട്ട് സ്പേസ് അല്ലെങ്കിൽ ഹാഷ് അടിച്ചിട്ട് സ്പേസ് അല്ലെങ്കിൽ ടാബ് അടിച്ചു കഴിഞ്ഞാൽ ബുള്ളറ്റ് ലിസ്റ്റ് വരുമോ എന്നൊരു ചോദ്യമുണ്ട്. ക്ലിയർ അല്ലേ? അടുത്ത / ഉണ്ട്. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചിരിക്കുക, ഇവിടുത്തെ ആൻസർ എന്താണെന്നുള്ളതാണ് പഠിക്കേണ്ടത്. ഓർമ്മിച്ചിരിക്കുക. അപ്പോൾ ഇവിടുത്തെ ആൻസർ ആർക്ക് പറയാം? ഇവിടുത്തെ ആൻസർ ഏതാണ്? എന്തടിച്ചിട്ട് സ്പേസ് അല്ലെങ്കിൽ ടാബ് കൊടുക്കുമ്പോഴാണ് ബുള്ളറ്റ് ലിസ്റ്റ് ആക്റ്റീവ് ആകുന്നത്? പറയാമോ നിങ്ങൾക്ക്? ഇവിടുത്തെ ആൻസർ എന്ത് തന്നെയാണ്? ആസ്ട്രിക്സ് ആണ്. ക്ലിയർ അല്ലേ? മറന്നുപോലും. ഇവിടുത്തെ ആൻസർ വളരെ പ്രധാനം, ആസ്ട്രിക്സ് ആണ്. നിങ്ങൾക്ക് ആസ്ട്രിക്സ് അടിച്ചിട്ട് സ്പേസ് അല്ലെങ്കിൽ ടാബ് കൊടുത്താൽ, ആസ്ട്രിക്സ് അടിച്ച് സ്പേസ് അല്ലെങ്കിൽ ടാബ് കൊടുക്കുന്ന സമയത്ത് എന്ത് ആക്റ്റീവ് ആകും? ബുള്ളറ്റഡ് ലിസ്റ്റ് ആക്റ്റീവ് ആകും എന്നുള്ളത് ഓർമ്മിച്ചിരിക്കുക. ക്ലിയർ അല്ലേ? ഇത് ഓട്ടോ കറക്റ്റ് എന്ന് പറയുന്ന ഒരു സംവിധാനം മൈക്രോസോഫ്റ്റ് വേർഡിലുണ്ട്. അതിലൂടെയാണ് ഇങ്ങനെ ഒരു സംവിധാനം നടക്കുന്നത്. ക്ലിയർ അല്ലേ? ബുള്ളറ്റഡ് ലിസ്റ്റ് ഇടാൻ വേണ്ടി നമുക്ക് ഷോർട്ട് കട്ട് കീ ഉണ്ട്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ബുള്ളറ്റിൻ്റെ ഷോർട്ട് കട്ട് കീ ഏതാ? ബുള്ളറ്റ് ഇടാൻ വേണ്ടി ബുള്ളറ്റ് ലിസ്റ്റ് ആക്ടിവേറ്റ് ചെയ്യാനുള്ള ഷോർട്ട് കട്ട് കീ ആണ് Ctrl+L എന്ന് പറയുന്നത്. ഓർമ്മിച്ചിരിക്കുക, Ctrl+L ആണ് ബുള്ളറ്റ് ലിസ്റ്റ് ആക്റ്റീവ് ചെയ്യാനുള്ള ഷോർട്ട് കട്ട് കീ. മറന്നുപോലെ Ctrl+L ആണെന്ന് പഠിക്കാം. ക്ലിയർ അല്ലേ? ഇനി അത് ഓക്കെയാണ്. ബുള്ളറ്റ് ലിസ്റ്റ് ആക്റ്റീവ് ചെയ്യാനുള്ള ഷോർട്ട് കട്ട് കീ നിങ്ങൾക്ക് മനസ്സിലായി. Ctrl+L ആണെന്ന് മനസ്സിലായി. ഇനി ശ്രദ്ധിച്ചിരുന്നേ, ഈ Ctrl+L എക്സലിൽ എന്തിനാണ് ഉപയോഗിക്കുന്നത്? Ctrl+L എക്സലിൽ എന്തിനാണ് ഉപയോഗിക്കുന്നത്?
കൺട്രോൾ ഷിഫ്റ്റ് എൽ എക്സലിൽ ഉപയോഗിക്കുന്നത് ഫിൽറ്ററാണ്. ഓർമ്മിച്ചിരിക്കുക, ഫിൽറ്ററാണ് അവിടുത്തെ ഷോർട്ട് കട്ട് കീ. കൺട്രോൾ ഷിഫ്റ്റ് എൽ എക്സലിൽ ഫിൽറ്ററാണ് എന്ന് പഠിക്കാം. ഫിൽറ്ററിൻ്റെ ഷോർട്ട് കട്ട് കീ എക്സലിൽ ചോദിച്ചാൽ കൺട്രോൾ ഷിഫ്റ്റ് എല്ലാണ്. കൺട്രോൾ എൽ എക്സലിൽ ടേബിൾ ഇൻസർട്ട് ചെയ്യാനാണ്. കൺട്രോൾ ടിയും കൺട്രോൾ എല്ലും എക്സലിൽ എന്തിനു ഉപയോഗിക്കുന്നു? ടേബിൾ ഇൻസർട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നു. കൺട്രോൾ ടി വേർഡിൽ ഉപയോഗിക്കുന്നത് നമ്മൾ കുറച്ച് നേരത്തെ നോക്കിയായിരുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? ഹാങ്ങിങ് ഇൻഡൻറ്റ് ഇൻക്രീസ് ചെയ്യാനാണ് എന്നുള്ളതാണ്. ഹാങ്ങിങ് ഇൻഡൻറ്റ് ഇൻക്രീസ് ചെയ്യാനാണ് കൺട്രോൾ ടി വേർഡിൽ ഉപയോഗിക്കുന്നത്. ഓർമ്മിക്കുക, കൺട്രോൾ ടി പവർ പോയിന്റിൽ ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടെന്ന് നമ്മൾ കുറച്ച് നേരത്തെ പഠിച്ചു. ഫോൺ ഡയലോഗ് ബോക്സ് പവർ പോയിന്റിൽ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൺട്രോൾ ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ പഠിച്ചത്, ഇവിടെ കൺട്രോൾ ഷിഫ്റ്റ് എല്ലാണ് ബുള്ളറ്റ് ലിസ്റ്റ് ആക്ടിവേറ്റ് ഉള്ള ഷോർട്ട് കട്ട് കീ. അല്ലാതെ ഓട്ടോ കറക്റ്റ് എന്ന സംവിധാനത്തിലൂടെ എന്ത് ചെയ്താൽ മതി? ആസ്ട്രിക്സ് അടിച്ച ശേഷം എന്തടിച്ചാൽ മതി പിള്ളേരെ? സ്പേസ് ബാർ അടിച്ചാൽ മതി. ആസ്ട്രിക്സ് അടിച്ച ശേഷം എന്തടിച്ചാൽ മതി? സ്പേസ് ബാർ അടിച്ചാൽ മതി എന്നുള്ളത് ഓർമ്മിക്കുക. ക്ലിയർ അല്ലേ? ശരി, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. ഇവിടെ 8ാമത്തെ ക്വസ്റ്റ്യനാണ്, ശ്രദ്ധിച്ചേ. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് ദ കറക്റ്റ് മെത്തേഡ് ഓഫ് സെലക്ടിങ് എ സെൻറ്റൻസ്? താഴെ തന്നിരിക്കുന്നവയിൽ സെൻറ്റൻസ് സെലക്ട് ചെയ്യാനുള്ള കറക്റ്റ് മെത്തേഡ് എന്താണ് എന്നാണ് ചോദ്യം. ക്ലിയർ അല്ലേ? നമുക്ക് നോക്കിയാലോ, ക്വസ്റ്റ്യൻ ഓപ്ഷൻ നോക്കിയാലോ. ഒന്നതെന്താ? ക്ലിക്ക് എനിവെയർ ഇൻ ദ സെൻറ്റൻസ്. സെൻറ്റൻസിൽ എവിടെയെങ്കിലും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരുമെന്നാണ്? സെൻറ്റൻസ് സെലക്ട് ആകും എന്ന് പറയുന്നുണ്ട്. ശരിയാണോ? അപ്പോൾ അത് ശരിയല്ല. നമുക്ക് ക്ലിക്ക് ചെയ്താൽ സെലക്ട് ആവില്ലല്ലോ. അടുത്ത്, ഹോൾഡ് ഷിഫ്റ്റ് കീ ആൻഡ് ക്ലിക്ക് എനിവെയർ ഇൻ ദ സെൻറ്റൻസ്. ഹോൾഡ് ഷിഫ്റ്റ് കീ ഹോൾഡ് ചെയ്തിട്ട് സെൻറ്റൻസിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ സെലക്ട് ആകുമെന്ന് പറയുന്നുണ്ട്. ശരിയാണോ? നിങ്ങൾ പരിശോധിച്ച് ശരിയാണോ? അടുത്തെന്താ? 3 ഓപ്ഷനേ ഉള്ളൂ. 4ാമത്തെ നൺ ഓഫ് ദീസ് ആണ്. അടുത്ത്, ഹോൾഡ് കൺട്രോൾ കീ ആൻഡ് ക്ലിക്ക് എനിവെയർ ഇൻ ദ സെൻറ്റൻസ്. കൺട്രോൾ കീ പ്രസ് ചെയ്തിട്ട് സെൻറ്റൻസിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് ക്ലിക്ക് ചെയ്യാൻ പറയുന്നുണ്ട്. ഇതിൽ ഏതാ ശരി? സെൻറ്റൻസ് സെലക്ട് ചെയ്യാൻ നമുക്കറിയാലോ, മൗസ് കൊണ്ടുള്ള സെലക്ഷൻസിലാണ് ഇത് വരുന്നത്. മൗസ് കൊണ്ടുള്ള സെലക്ഷൻസ് ഏതൊക്കെയാണ്? ഒന്ന്, മൗസ് കൊണ്ടുള്ള ഡബിൾ ക്ലിക്കാണ്. ഒരു പാരഗ്രാഫിലോ സെൻറ്റൻസിലോ അല്ലെങ്കിൽ ഒരു വാക്കിലോ ഒരു വേർഡിൽ വെച്ച് ഡബിൾ ക്ലിക്ക് ചെയ്താൽ എന്ത് സംഭവിക്കും പിള്ളേരെ? ഒരു വേർഡിൽ വെച്ച് ഡബിൾ ക്ലിക്ക് ചെയ്താൽ വേർഡ് സെലക്ട് ആകും. ക്ലിയർലി? ഒരു വേർഡിൽ വെച്ച് ട്രിപ്പിൾ ക്ലിക്ക് ചെയ്താൽ എന്ത് സംഭവിക്കും? പാരഗ്രാഫ് സെലക്ട് ആവും. ഒരു വേർഡിൽ വെച്ച് ട്രിപ്പിൾ ക്ലിക്ക് ചെയ്താൽ പാരഗ്രാഫ് സെലക്ട് ആവും. ഒരു വേർഡിൽ വെച്ച്, മറന്നുപോലെ പിള്ളേരെ, ഒരു വേർഡിൽ വെച്ച് കൺട്രോൾ ക്ലിക്ക് ചെയ്താൽ എന്ത് സെലക്ട് ആകും? സെൻറ്റൻസ് സെലക്ട് ആകും. മറക്കല്ല, ഒരു വേർഡിൽ വെച്ച് കൺട്രോൾ ക്ലിക്ക് ചെയ്താൽ സെൻറ്റൻസ് സെലക്ട് ആകും എന്ന് ഓർമ്മിച്ചിരിക്കുക. ഇതൊക്കെ പഠിപ്പിച്ചിട്ടുള്ളതാണ്. ഒരു വേർഡിൽ വെച്ച് കൺട്രോൾ ക്ലിക്ക് ചെയ്താൽ എന്ത് സെലക്ട് ആകും? സെൻറ്റൻസ് സെലക്ട് ആകും. ഒരു വേർഡിൽ അല്ലെങ്കിൽ ഒരു പാരഗ്രാഫിൻ്റെ ഒരു വരിയുടെ ഒരു വരിയുടെ ബിഗിനിങ്ങിൽ മാർജിനിൽ ക്ലിക്ക് ചെയ്താൽ ആ വരി എന്ത് ചെയ്യും? സെലക്ട് ആകും. മറക്കല്ലേ, ഒരു പാരഗ്രാഫിൽ ഒരു വരിയുടെ മാർജിനിൽ വെച്ച് ക്ലിക്ക് ചെയ്താൽ എന്ത് ചെയ്യും? ആ വരി എന്ത് ചെയ്യും? സെലക്ട് ആകും. ക്ലിയർലി? മറക്കല്ല്, ഓർമ്മിച്ചിരിക്കുക. മറന്നുപോലെ ആ വരി എന്ത് ചെയ്യും? സെലക്ട് ആകും. ഒരു വരിയുടെ അല്ലെങ്കിൽ ഒരു പാരഗ്രാഫിൻ്റെ ഒരു വരിയുടെ മാർജിനിൽ വെച്ച് ഡബിൾ ക്ലിക്ക് ചെയ്താൽ പാരഗ്രാഫ് സെലക്ട് ആകും. ക്ലിയർലി? ഒരു ഗ്രൂപ്പ് ഓഫ് പാരഗ്രാഫ് ഉണ്ട്. അതിൻ്റെ ഏതെങ്കിലും ഒരു വരിയുടെ മാർജിനിൽ വെച്ച് ഡബിൾ ക്ലിക്ക് ചെയ്താൽ ആ പാരഗ്രാഫ് എന്ത് ചെയ്യും? സെലക്ട് ആകും. ഒരു വരിയുടെ മാർജിനിൽ വെച്ച് ട്രിപ്പിൾ ക്ലിക്ക് ചെയ്താൽ ഹോൾ ഡോക്യുമെൻറ്റ് സെലക്ട് ആകും. ഞാൻ മൗസ് കൊണ്ടുള്ള സെലക്ഷനാണ് ഇപ്പോൾ പറഞ്ഞേ, മൗസ് കൊണ്ടുള്ള സെലക്ഷൻസ് ആണേ പറയണേ. അത് കാണിക്കാനുള്ള നിവൃത്തിയില്ല. നിങ്ങളത് പഠിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ സിസ്റ്റം ഉണ്ടെങ്കിൽ ചെയ്ത് നോക്കുക. അതായത് ഒരു പാരഗ്രാഫ് ഉണ്ട്, നമ്മുടെ കയ്യിൽ ഒരു പാരഗ്രാഫ് ഉണ്ട്, അതിലൊരു വേർഡ് ഉണ്ട്, ഒരു സിംഗിൾ വേർഡ് ഉണ്ട്. അതിൽ വെച്ച് ഡബിൾ ക്ലിക്ക് ചെയ്താൽ എന്ത് സംഭവിക്കും? കുട്ടികളെ? ആ വേർഡ് എന്ത് ചെയ്യും? സെലക്ട് ആകും. ക്ലിയർലി? ഒരു പാരഗ്രാഫിൽ ഏതെങ്കിലും ഒരു വേർഡിൽ വെച്ച് കൺട്രോൾ ക്ലിക്ക് ചെയ്താൽ ആ വേർഡ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള സെൻറ്റൻസ് സെലക്ട് ആകും. ഇവിടുത്തെ ചോദ്യം അതാ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് എ കറക്റ്റ് മെത്തേഡ് ഫോർ സെലക്ടിങ് എ സെൻറ്റൻസ് സെലക്ട് ചെയ്യാനുള്ള കറക്റ്റ് മെത്തേഡ്. അതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഹോൾഡ് കൺട്രോൾ കീ ആൻഡ് ക്ലിക്ക് എനിവെയർ ഇൻ ദ സെൻറ്റൻസ്. ക്ലിയർലി? അപ്പോൾ അതാണ് അവിടുത്തെ ആൻസർ. ഇനി ഒരു വേർഡിൽ വെച്ച് ട്രിപ്പിൾ ക്ലിക്കാണ് നിങ്ങൾ ചെയ്യണമെങ്കിൽ എന്ത് സെലക്ട് ആകും? പാരഗ്രാഫ് സെലക്ട് ആകും. പിന്നെ ഞാൻ പറഞ്ഞ വേറൊരു കാര്യമാണ്, അതായത് ഒരു ഗ്രൂപ്പ് ഓഫ് പാരഗ്രാഫ് ഉണ്ട്. അതിൽ ഏതെങ്കിലും ഒരു പാരഗ്രാഫിൻ്റെ ഏതെങ്കിലും ഒരു വരിയുടെ ലെഫ്റ്റ് മാർജിനിൽ വെച്ച് ഒരു സിംഗിൾ ക്ലിക്ക് ചെയ്താൽ ആ വരി എന്ത് ചെയ്യപ്പെടും? സെലക്ട് ചെയ്യപ്പെടും. ഏതെങ്കിലും ഒരു പാരഗ്രാഫിൻ്റെ ഏതെങ്കിലും ഒരു വരിയുടെ ലെഫ്റ്റ് മാർജിനിൽ വെച്ച് ഡബിൾ ക്ലിക്ക് ചെയ്താൽ ആ പാരഗ്രാഫ് എന്ത് ചെയ്യും? സെലക്ട് ആവും. ഏതെങ്കിലും ഒരു പാരഗ്രാഫിൻ്റെ ഏതെങ്കിലും ഒരു വരിയുടെ ലെഫ്റ്റ് മാർജിനിൽ വെച്ച് ട്രിപ്പിൾ ക്ലിക്ക് ചെയ്താൽ ഹോൾ ഡോക്യുമെൻ്റ് എന്താകും പിള്ളേരെ? സെലക്ട് ആകും എന്നാണ് ഞാൻ പറഞ്ഞത്. മനസ്സിലായോ? അപ്പോൾ ഇത് ഇത്രയും കൃത്യമായിട്ട് അവിടെ എന്ത് ചെയ്യണം? പഠിച്ച് വരണം നിങ്ങൾ. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഇതിൻ്റെ കൂടെ കണക്ട് ചെയ്ത് പറഞ്ഞു എന്നേ ഉള്ളൂ. ഡൗട്ടുള്ളവർ ചോദിച്ചിരിക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടുത്തെ ആൻസർ സി ആണ്. ഓക്കെ, അടുത്ത 9ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ട്രൂ ഇൻ ദ കേസ് ഓഫ് ബാർ ടാബ്? ക്ലിയർലി?
താഴെ തന്നിരിക്കുന്നവയിൽ വാട്ട് ഈസ് ട്രൂ ഇൻ ദ കേസ് ഓഫ് ബാർ ടാബ്? ബാർ ടാബുമായിട്ട് ബന്ധപ്പെട്ട ശരിയായവ ഏത് എന്നാണ് ചോദ്യം. ബാർ ടാബ് എന്ന് പറഞ്ഞാൽ എന്താ സംഭവം? ബാർ ടാബ് അപ്പോൾ നിങ്ങൾ വിചാരിക്കും മറ്റേ ടാബ് എന്നൊക്കെ വിചാരിക്കും, പുതിയ കുട്ടികൾ അങ്ങനെയൊക്കെ വിചാരിക്കും. അതൊന്നുമല്ല, നമുക്ക് അറിയാലോ, നമുക്ക് ടാബ് സെറ്റിംഗ് എന്ന് പറയുന്ന ഒരു കാര്യം നമുക്ക് എന്ത് ചെയ്യാറുണ്ട്, പഠിക്കാറുണ്ട്. പാരഗ്രാഫ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ വേർഡിലാണ് നമ്മൾ എന്ത് പഠിക്കുന്നത്, ടാബ് സെറ്റിംഗ് പഠിക്കുന്നത്. ക്ലിയർലി? അപ്പോൾ ടാബ് സെറ്റിംഗ് പഠിക്കുമ്പം അവിടെ ഓർമ്മിക്കുക വാട്ട് ഈസ് ടാബ് സെറ്റിംഗ്, അല്ലെങ്കിൽ ടാബ് എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഇങ്ങനെ ഓർമ്മിക്കുക, തൽക്കാലം ഇങ്ങനെ ഓർമ്മിക്കുക. അതായത് ഒരു ഡോക്യുമെൻറ്റിൽ നമ്മൾ ഒരു വരിയിൽ ഡിഫറൻറ്റ് അലൈൻമെൻറ്റുകൾ, നമുക്കറിയാലോ അലൈൻമെൻറ്റ്, ലെഫ്റ്റ് ഹൊറിസോണ്ടൽ അലൈൻമെൻറ്റ് ആക്കിയാൽ ലെഫ്റ്റ്, റൈറ്റ്, സെൻറ്റർ, ജസ്റ്റിഫൈ ഒക്കെയാണ് ഹൊറിസോണ്ടൽ അലൈൻമെൻറ്റ്. അപ്പോൾ ഈ അലൈൻമെൻറ്റുകൾ ഒരിക്കലും ഒരു വരിയിൽ നമുക്ക് ഒന്നിൽ കൂടുതൽ അലൈൻമെൻറ്റ് കൊടുക്കാൻ സാധിക്കില്ല. ഒരു വരിയിൽ ഒരിക്കലും ലെഫ്റ്റ് അലൈൻമെൻറ്റ് റൈറ്റ് അലൈൻമെൻറ്റും കൂടി കൊടുക്കാൻ പറ്റില്ല. ഒരു വരിയിൽ ഒരിക്കലും ജസ്റ്റിഫൈ അലൈൻമെൻറ്റ് അല്ലെങ്കിൽ റൈറ്റ് അലൈൻമെൻറ്റ് ലെഫ്റ്റ് അലൈൻമെൻറ്റും കൂടി കൊടുക്കാൻ എന്ത് ചെയ്യില്ല, പറ്റില്ല. അപ്പോൾ ഇവിടെ ആണ് നമ്മൾ എന്തിൻ്റെ സഹായം തേടുന്നത്, ടാബ് എന്ന് പറയുന്ന ഒരു ടാബ് സെറ്റിംഗ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. ഒരു വരിയിൽ തന്നെ ഡിഫറൻറ്റ് അലൈൻമെൻറ്റുകൾ സെറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഫംഗ്ഷനാണ് ഇത് ടാബ് സെറ്റിംഗ് എന്ന് പറയുന്നത്. ക്ലിയർലേ? അപ്പോൾ ടാബ് അലൈൻമെൻറ്റുകൾ എത്രണ്ണം ഉണ്ടെന്ന് പഠിക്കണം. നമുക്ക് 4 ഇൻഡൻറ്റുകൾ ഉണ്ട് എന്ന് പഠിക്കും പോലെ തന്നെ വളരെ പ്രധാനമാണ് വേർഡിൽ എത്ര ടാബ് അലൈൻമെൻറ്റുകൾ ഉണ്ട് എന്ന് പഠിക്കുന്നത്. വേർഡിൽ 5 ടാബ് അലൈൻമെൻറ്റുകളും, എക്സലില്ല, പവർ പോയിൻറ്റിൽ 4 ടാബ് അലൈൻമെൻറ്റുകളാണ് ഉള്ളത്. ക്ലിയർലേ? വേർഡിൽ 5 ടാബ് അലൈൻമെൻറ്റുകളും പവർ പോയിൻറ്റിൽ 4 ടാബ് അലൈൻമെൻറ്റുകളാണ് ഉള്ളത്. ക്ലിയർലേ? വേർഡിലുള്ള 5 ടാബ് അലൈൻമെൻറ്റുകൾ ഞാൻ പെട്ടെന്നൊന്ന് പറയാം, പഠിച്ചു വരിക. ഒന്ന് ലെഫ്റ്റ് ആണ്, രണ്ടാമത്തത് മറന്നു പോകരുത് റൈറ്റ് ആണ്, മൂന്നാമത്തത് മറക്കല്ല്, മൂന്നാമത്തത് സെൻറ്ററാണ്, നാലാമത്തത് വളരെ പ്രധാനം ഡെസിമലാണ്, അഞ്ചാമത്തത് വളരെ പ്രധാനം ബാറാണ്. ക്ലിയർലേ? അപ്പോൾ ഇവിടെ ആ ബാർ ടാബിൻ്റെ കാര്യമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ക്ലിയർലേ? ആ 5 ടാബ് അലൈൻമെൻറ്റുകൾ എവിടെ ഉണ്ട്, വേർഡിലുണ്ട് പിള്ളേരെ. 5 ടാബ് അലൈൻമെൻറ്റുകളാണ് വേർഡിലുള്ളത്. ഒന്നാമത്തത് മറന്നു പോരുത്, ഒന്നാമത്തത് ലെഫ്റ്റ്, 2 സെൻറ്റർ, റൈറ്റ്, അതുപോലെ ഡെസിമൽ, ബാർ. അപ്പോൾ ഇതിൽ എന്തിനാണ് ബാർ ടാബ് എന്ന് പറയുന്ന സംവിധാനം ഉപയോഗിക്കുന്നത് എന്നാണ് ഇവിടെ ചോദ്യം. ക്ലിയർലേ? ഓപ്ഷൻ എ എന്താ, ഇൻസേർട്ട് ഹൊറിസോണ്ടൽ ലൈൻ ഇൻ ദ ഡോക്യുമെൻറ്റ്. ബാർ ടാബ് അലൈൻമെൻറ്റ് നമ്മളെ സഹായിക്കുന്നത് ഹൊറിസോണ്ടൽ ലൈൻസ് ഡോക്യുമെൻറ്റിൽ ഇൻസേർട്ട് ചെയ്യാനാണ്. ശരിയാണോ? അത് തെറ്റല്ലേ? അപ്പോൾ അത് തെറ്റാണ്. ക്ലിയർലേ? അടുത്തെന്താ, ഇൻസേർട്ട് വെർട്ടിക്കൽ ലൈൻ ഇൻ ദ ഡോക്യുമെൻറ്റ് അറ്റ് ദ ടാബ് സ്റ്റോപ്പ്. ക്ലിയർലേ? അപ്പോൾ അവിടെ ചോദ്യം അടുത്ത ബി എന്താണ്, വെർട്ടിക്കൽ ലൈൻ ഇൻസേർട്ട് ചെയ്യാനാണ് ബാർ ടാബ് ഉപയോഗിക്കുന്നത്. അടുത്ത് ഇൻസേർട്ട് ബാർ ഇൻ ഡോക്യുമെൻറ്റ് അറ്റ് ദ ടാബ് സ്റ്റോപ്പ്, അത് ചുമ്മാ ഒരു ഓപ്ഷനാണ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്താണ്, ആൻസർ ബി ആണ്. ഓർമ്മിക്കുക, വെർട്ടിക്കൽ ലൈന് നമുക്ക് ടാബുകൾക്കിടയിൽ വെർട്ടിക്കൽ ലൈൻ കൊണ്ടുവരാൻ ഉപയോഗിക്കുന്ന ഒരു അലൈൻമെൻ്റ് ആണ് എന്ന് പറയുന്നത് ബാർ ടാബ് അലൈൻമെൻ്റ് എന്ന് പറയുന്നത്. ക്ലിയർലേ? നിങ്ങൾക്ക് ക്ലാസ്സിൽ അതിന് വ്യക്തമായിട്ട് അത് ചെയ്ത് കാണിക്കുന്നുണ്ട്. ഇവിടെ അതിനുള്ള നിവൃത്തിയില്ല, അപ്പോൾ അതുകൊണ്ട് പറഞ്ഞു പോകുന്നതാണ്. ഓർമ്മിച്ചിരിക്കുക, നമുക്ക് 5 ടാബ് അലൈൻമെൻറ്റുകളാണുള്ളത്. 5 ടാബ് അലൈൻമെൻറ്റുകളാണുള്ളത്. 4 ഇൻഡൻറ്റും 5 ടാബ് അലൈൻമെൻറ്റുമാണ് വേർഡിലുള്ളത്. പവർ പോയിന്റിലേക്ക് വരുമ്പോൾ ആ ടാബ് അവിടെ ഉണ്ട്, ഓർമ്മിക്കുക, ടാബ് അവിടെ ഉണ്ട്, ഓർമ്മിക്കുക. അവിടെ 4 ടാബ് അലൈൻമെൻറ്റാണ് പവർ പോയിന്റിലുള്ളത്. ബാർ ടാബ് അലൈൻമെൻറ്റ് എവിടെ ഇല്ല, പവർ പോയിന്റിൽ ഇല്ല. അതാണ് അതിൻ്റെ പ്രത്യേകത. ക്ലിയർലേ? അപ്പോൾ ഇവിടെ എത്ര എണ്ണമാണുള്ളത്, ഇവിടെ 5 എണ്ണം ഉണ്ട്. ഏതൊക്കെയാണ്, ലെഫ്റ്റ്, സെൻറ്റർ, റൈറ്റ്, ഡെസിമൽ, ബാർ എന്നിവയാണ് അവ എന്നാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ അല്ലേ? ഇനി നമ്മൾ ഈ ടാബ് സെറ്റ് ചെയ്യുന്നത് റൂളറിലാണ്. ടാബ് കൺട്രോളർ നിങ്ങൾക്ക് അറിയായിരിക്കും. എല്ല് ലെഫ്റ്റ് ടാബ് അലൈൻമെൻറ്റിനെ സൂചിപ്പിക്കുന്നു, റിവേഴ്സ് എല്ല് റൈറ്റ് ടാബ് അലൈൻമെൻറ്റിനെ സൂചിപ്പിക്കുന്നു എന്ന് നമുക്ക് പഠിച്ചിട്ടുള്ളതാണ്. അതുപോലെ റിവേഴ്സ് ടി സെൻറ്റർ ടാബ് അലൈൻമെൻറ്റിനെ സൂചിപ്പിക്കുന്നു. റിവേഴ്സ് ടി മുകളിൽ കുത്ത്, റിവേഴ്സ് ടി റൈറ്റ് സൈഡിൽ ഒരു കുത്ത് വരുന്നതാണ് ഏത്, ഡെസിമൽ ടാബ് അലൈൻമെൻറ്റിനെ സൂചിപ്പിക്കുന്നു. അതുപോലെ ഒരു വെർട്ടിക്കൽ ലൈൻ വരുന്നതാണ് ഏത്, ബാർ ടാബ് അലൈൻമെൻറ്റ്. ഈ പറഞ്ഞ സിമ്പൽ എന്ന് പറയുന്നത്, ഈ സിമ്പലൊക്കെ നമ്മൾ പഠിക്കുന്നതാണ്. ഈ സിമ്പലൊക്കെ പ്രീവിയസ് ആയിട്ട് എന്ത് ചെയ്തതാണ്, ചോദിച്ചിട്ടുള്ളതാണ്. ക്ലിയർലേ? അപ്പോൾ അത് അവിടെ ക്ലിയറായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഇവിടെ ബി ആണ്. ഇൻസേർട്ട് വെർട്ടിക്കൽ ലൈൻ ഇൻ ഡോക്യുമെൻ്റ് അറ്റ് ദ ടാബ് സ്റ്റോപ്പ് ആണ് എന്നുള്ളതാണ്. ക്ലിയർ അല്ലേ? ശരി, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ആണ് നോക്കേണ്ടത്. ടു മൂവ് ടാബ് സ്റ്റോപ്പ് മാർക്കേഴ്സ് ഫ്രം റൂളറാണ്. നേരത്തെ ക്വസ്റ്റ്യൻ്റെ സെയിം ആ ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യനാണ്. ടു മൂവ് ടാബ് സ്റ്റോപ്പ് മാർക്കേഴ്സ് ഫ്രം റൂളർ. ഞാൻ നേരത്തെ റിവേഴ്സ് ടി എന്നൊക്കെ പറഞ്ഞില്ലേ പിള്ളേരെ, ഇതൊക്കെ ടാബ് സ്റ്റോപ്പ് മാർക്കറാണ്, അല്ലെങ്കിൽ ടാബ് അലൈൻമെൻറ്റ് മാർക്കറാണ് ഇവ.
ഇപ്പോൾ ഇവ എവിടെ വരും? റൂളറിൽ വരും. ഇവ എങ്ങനെ റിമൂവ് ചെയ്യാം എന്നുള്ളതാണ്. ടാബ് അലൈൻമെൻറ്റ് കൊടുത്താൽ ഇവ എങ്ങനെ റിമൂവ് ചെയ്യാം എന്നതാണ് ഇവിടുത്തെ ചോദ്യത്തിൻ്റെ ക്വസ്റ്റ്യൻ ഉദ്ദേശിക്കുന്നതാണ്. ടു റിമൂവ് ടാബ് സ്റ്റോപ്പ് മാർക്കേഴ്സ് ഫ്രം റൂളറിൽ നിന്ന് ടാബ് സ്റ്റോപ്പ് മാർക്കർ എങ്ങനെ റിമൂവ് ചെയ്യാം എന്നാണ് ചോദിക്കുന്നത്. ഒന്നാമത്തെ ഓപ്ഷൻ എന്താ? ഡ്രാഗ് ദ ടാബ് സ്റ്റോപ്പ് മാർക്കർ ഔട്ട് ഓഫ് ദ റൂളർ. ഡ്രാഗ് ദ ടാബ് സ്റ്റോപ്പ് മാർക്കർ ഔട്ട് ഓഫ് ദ റൂളർ. ബി എന്താ? ഡബിൾ ക്ലിക്ക് ദ ടാബ് സ്റ്റോപ്പ് മാർക്കർ ആൻഡ് ചൂസ് ക്ലിയർ ഓൾ. അടുത്ത് റൈറ്റ് ക്ലിക്ക് ദ ടാബ് സ്റ്റോപ്പ് മാർക്കർ ആൻഡ് ചൂസ് റിമൂവ് എന്നൊക്കെയാണ് ചോദിക്കുന്നത്. ക്ലിയർ അല്ലേ? ഇവിടുത്തെ ഓപ്ഷൻ എ ആണ്. ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ എ ആണ്. അതായത് നമുക്ക് ആ റൂളറിൽ ഇരിക്കുന്ന ടാബ് സ്റ്റോപ്പ് മാർക്കറിനെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് റൂളറിന് വെളിയിലാക്കിയാൽ മതി, ഔട്ട് ഓഫ് ദ റൂളർ ആക്കിയാൽ മതി, അത് ക്ലിയർ ആവും. അങ്ങനെയാണ് ചെയ്യേണ്ടത്. ക്ലിയർ ആൾ കൊടുക്കാനുള്ള സംവിധാനം അവിടെ ഇല്ല. അത് ടാബ് സെറ്റിംഗ് ഡയലോഗ് ബോക്സ് എടുത്തിട്ട് ക്ലിയർ ആൾ കൊടുക്കാൻ പറ്റുള്ളൂ. അല്ലാതെ മാർക്കറിൽ വെച്ചിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. മാർക്കറിൽ വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഡബിൾ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും എന്ത് വരും? ടാബ് സെറ്റിംഗ് ഡയലോഗ് ബോക്സ് വരും. ആ ഡയലോഗ് ബോക്സിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ക്ലിയർ ആൾ കൊടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ബി ഇവിടെ ഒരു ഓപ്ഷൻ കിടപ്പുണ്ട്. ഡബിൾ ക്ലിക്ക് ദ ടാബ് മാർക്കർ ആൻഡ് ചൂസ് ക്ലിയർ ആൾ. അവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് വരും? ടാബ് സെറ്റിംഗ് ഡയലോഗ് ബോക്സ് വരും. ആ ഡയലോഗ് ബോക്സിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്? ക്ലിയർ ആൾ കൊടുക്കേണ്ടത്. അല്ലാതെ ക്ലിയർ ആൾ കൊടുക്കാൻ പറ്റില്ല. ഇവിടെ തന്നിക്കുന്നതിൽ കറക്റ്റ് ആൻസർ ഏതാണ്? ഡ്രാഗ് ദ ടാബ് സ്റ്റോപ്പ് മാർക്കർ ഔട്ട് ഓഫ് ദ റൂളർ ആണ് ഇവിടുത്തെ ഏറ്റവും നന്നായിട്ട് പറയാൻ കഴിഞ്ഞാൽ അതാണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. ഓക്കെ അല്ലേ? അപ്പോൾ 10 ക്വസ്റ്റ്യൻ നമ്മളിവിടെ ഡിസ്കസ് ചെയ്തു. ഹോം ടാബുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഇവയെല്ലാം. ഓക്കെ അല്ലേ? ശരി, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. 11ാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചിരുന്നേ. നോക്കുക, ക്വസ്റ്റ്യൻ ഇതാണ്. നിങ്ങൾ ആൻസർ ഇതിൻ്റെ പറയണം. എല്ലാവരും കമൻറ്റ് ചെയ്യണം ഇതിൻ്റെ ആൻസർ. വിച്ച് MS വേർഡ് ഫീച്ചേഴ്സ് allows the user to apply a uniform look to the document using predefined formatting elements? ഒന്നുകൂടി ക്വസ്റ്റ്യൻ വായിച്ചു തരാം. വിച്ച് MS വേർഡ് ഫീച്ചേഴ്സ് allows the user to apply uniform look to the document using predefined formatting elements? ഇവിടെ പ്രീ ഡിഫൈൻഡ് ഫോർമാറ്റിംഗ് എലമെൻറ്റ്സ് എന്ന ഒറ്റ ക്വസ്റ്റ്യൻ, ആ ഒരൊറ്റ കണ്ടീഷൻ പഠിച്ചു വയ്ക്കുക. പ്രീ ഡിഫൈൻഡ്, നേരത്തെ ഡിഫൈൻ ചെയ്ത ഫോർമാറ്റുകളുടെ കൂട്ടം ഏത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ആൻസർ സ്റ്റൈൽസ് ആണ്. മറക്കല്ലേ, നേരത്തെ ഡിഫൈൻ ചെയ്ത് വെച്ച ഫോർമാറ്റുകളുടെ കൂട്ടത്തെ നമ്മൾ പൊതുവെ വിളിക്കുന്ന പേരാണ് ഏത്? സ്റ്റൈൽസ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ ഏതാണ്? സ്റ്റൈൽസ് ആണ്. ഓർമ്മിക്കുക. ഇനി ഇവിടെ തീം കിടപ്പുണ്ട്. തീംസ് എന്താ? തീംസ് ഓവറോൾ ഡിസൈൻ ഓഫ് എ ഡോക്യുമെൻ്റ് ഈസ് കോൾഡ് തീമാണ്. ക്ലിയർ അല്ലേ? ഓവറോൾ ഡിസൈൻ ഓഫ് എ ഡോക്യുമെൻ്റ് ഈസ് കോൾഡ് തീമാണ്. എന്താ ടെംപ്ലേറ്റ്സ് എന്ന് പറഞ്ഞാൽ മോഡൽസ് ആണ്. ടെംപ്ലേറ്റ്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? മോഡൽസ് ആണ്. ഇപ്പം സ്റ്റൈൽസ് എന്നൊരു കാറ്റഗറിക്ക് അകത്ത് വരുന്ന മോഡലുകളെ നമുക്ക് എന്തെന്ന് വിളിക്കാം? വേണമെങ്കിൽ ടെംപ്ലേറ്റ്സ് എന്ന് വിളിക്കാം. നമുക്കറിയാലോ, ഡിഫോൾട്ട് സ്റ്റൈൽ നോർമൽ അല്ലേ? പ്രീ ഡിഫൈൻഡ് ഫോർമാറ്റിംഗ് എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ സ്റ്റൈലാണ്. അപ്പോൾ സ്റ്റൈൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, സ്റ്റൈലിനകത്ത് കുറേ സ്റ്റൈലുകളുണ്ട്. നോർമൽ ഒരു സ്റ്റൈലുണ്ട്, നോ സ്പേസിങ്, ഹെഡിങ് 1, ഹെഡിങ് 2, അങ്ങനെ 9 ഹെഡിങ് സ്റ്റൈലുണ്ട് നമുക്കറിയാം. അതുപോലെ എംഫസൈസ് ഉണ്ട്, സബ്റ്റിൽ എംഫസിസ് ഉണ്ട്, ടൈറ്റിലുണ്ട്. അങ്ങനെ ഒരുപാട് സ്റ്റൈൽസ് ഉണ്ട്. ഒരുപാട് എന്തുണ്ട്? സ്റ്റൈൽ മോഡലുകളുണ്ട്. അപ്പോൾ ഈ സ്റ്റൈൽ മോഡലുകളെ ഓരോന്നിനെയും നമുക്ക് എന്തെന്ന് വിളിക്കാം? ടെംപ്ലേറ്റ് എന്ന് വിളിക്കാം. ക്ലിയർലേ? അപ്പോൾ സ്റ്റൈൽ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയാണ്. സ്റ്റൈൽസ് എന്ന് പറഞ്ഞാൽ കോമൺലി സ്റ്റൈൽസ് എന്ന് പറയണമെങ്കിൽ ഫോർമാറ്റിംഗ് എലമെൻറ്റ്സുകളുടെ കൂട്ടമാണ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ പ്രീ ഡിഫൈൻഡ് ഫോർമാറ്റിംഗ് എലമെൻറ്റ്സുകളുടെ കൂട്ടത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? സ്റ്റൈൽസ് എന്ന് വിളിക്കുന്നത്. സ്റ്റൈലിലുള്ള ഓരോ ഇൻഡിവിജ്വൽ സ്റ്റൈലുകളെയും നമുക്ക് സ്റ്റൈൽ ടെംപ്ലേറ്റ് എന്ന് വിളിക്കാം. ടെംപ്ലേറ്റ് എന്ന് പറഞ്ഞാൽ മോഡൽസ് ആണ്. ടെംപ്ലേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? മോഡൽസ് ആണ്. തീം എന്ന് പറഞ്ഞാൽ എന്താണ്? ഓവറാൾ ഡിസൈൻ ഓഫ് എ ഡോക്യുമെൻ്റ് ആണ്. ഓവറാൾ ഡിസൈൻ ഓഫ് എ ഡോക്യുമെൻ്റ് ഈസ് കോൾഡ് തീംസ് ആണ്. ഓക്കെ അല്ലേ? ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് അതുകൊണ്ടാണ്. ഓവറാൾ ഡിസൈൻസ് ഓഫ് എ ഡോക്യുമെൻ്റ് ഈസ് കോൾഡ് തീം എന്ന് പറയാം. ക്ലിയർ അല്ലേ? അപ്പോൾ അത് അവിടെ പഠിക്കുക. അത്രയാണ് അവിടെ നമുക്ക് പഠിക്കാനുള്ളത്. നോർമൽ സ്റ്റൈലാണ്. ഡിഫോൾട്ട് സ്റ്റൈൽസ് ഏത് എന്ന് ചോദിച്ചാൽ, ഡിഫോൾട്ട് ടെക്സ്റ്റ് സ്റ്റൈൽ ഏത്, ഡിഫോൾട്ട് സ്റ്റൈൽ ഏത് എന്നൊക്കെ ഒരു ചോദ്യം വന്നാൽ ആൻസർ നോർമൽ എന്ന് എഴുതണേ പിള്ളേരെ. നോർമലാണ്. ഡിഫോൾട്ട് ഫോണ്ട് സ്റ്റൈലാണ് റെഗുലർ. ഡിഫോൾട്ട് സ്റ്റൈല് നോർമലാണ്. ഓർമ്മിക്കുക. നോർമൽ സ്റ്റൈലിൻ്റെ ഷോർട്ട് കട്ട് കീ ആർക്ക് പറയാം? നോർമൽ സ്റ്റൈലിൻ്റെ ഷോർട്ട് കട്ട് കീ പറയാമോ? നോർമൽ സ്റ്റൈലിൻ്റെ ഷോർട്ട് കട്ട് കീ എന്താ? കൺട്രോൾ ഷിഫ്റ്റ്. മറക്കല്ലേ, കൺട്രോൾ ഷിഫ്റ്റ് N ആണ്. ഓർമ്മിക്കുക, കൺട്രോൾ ഷിഫ്റ്റ് N ആണ് നോർമൽ സ്റ്റൈലിൻ്റെ ഷോർട്ട് കട്ട് കീ. ഓർമ്മിച്ചിരിക്കണേ. നോർമൽ സ്റ്റൈലിൻ്റെ ഷോർട്ട് കട്ട് കീ വളരെ പ്രധാനം. ഓർമ്മിക്കുക, കൺട്രോൾ ഷിഫ്റ്റ് N ആണെന്ന് പഠിക്കുക. ഓക്കെ അല്ലേ? ശരി, അപ്പോൾ അതവിടെ കംപ്ലീറ്റ് ആയി. അപ്പോൾ ഇവിടുത്തെ ആൻസർ A സ്റ്റൈലാണ്. ഓക്കെ.